എന്തായാലും അതിർത്തിയിൽ ഇപ്പോഴും സംഘർഷം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുകയാണ്. ഇന്നലെ രാത്രി അർദ്ധരാത്രിയായിരുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. അവിടെ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇന്ത്യക്ക് സാധിച്ചു. ജാഗ്രതാ നിർദ്ദേശവും അതിർത്തിയിൽ നൽകിയിട്ടുണ്ട്. പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാണ്. സ്കൂളുകൾക്ക് നേരെ പോലും പാകിസ്ഥാന്റെ, അതായത് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം അതാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പാകിസ്ഥാൻ പ്രകോപിതരായിരിക്കുകയാണ്. അതായത് ഒരു ഭീരുത്വം പ്രകടിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അതിർത്തിയിൽ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. സാധാരണക്കാർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സൈനികർ. ഷെല്ലാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ ഒരു സൈനികന് പോലും ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ ഒരു സൈനികർക്ക് നേരെയും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടില്ല. കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത ഭീകര ക്യാമ്പുകളാണ്. അത് എണ്ണി ഭീകര ക്യാമ്പുകൾ തകർക്കുകയായിരുന്നു. 25 മിനിറ്റ് സമയത്തെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള ടാർഗറ്റഡ് അറ്റാക്ക് തന്നെയാണ് ഇന്ത്യ നടത്തിയത്. അത് പരിമിതമായിരുന്നു. അതുപോലെ തന്നെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് ചെയ്തത്. ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അത് സമീപത്തുള്ള ഒരു സിവിലിയൻ ഏരിയയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡാമേജ് ഉണ്ടാക്കരുത് എന്നുള്ള നിർബന്ധം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അത് പ്രകാരമാണ്. ഒരു തെളിവും ഇതുവരെ പാകിസ്ഥാന് പുറത്തുവിടുവാനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പലയിടങ്ങളിൽ കോട്ട്ലി, ഗുൽപൂർ അവിടെ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ സാറ്റലൈറ്റ് ഇമേജാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഇന്ത്യ പുറത്തുവിട്ടതാണ്. രാവിലെ പുറത്തുവിട്ടതിനേക്കാൾ കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ത്യ ഉച്ചയ്ക്ക് ശേഷം പുറത്തുവിട്ടിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും എവിടെയാണ് ടാർഗറ്റ് ചെയ്തത്, ആ ഭീകര ക്യാമ്പുകൾ ആക്രമണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു, ആക്രമണത്തിന് ശേഷം അതിന്റെ സാറ്റലൈറ്റ് ദൃശ്യം എങ്ങനെയാണ് എന്നത്, അതായത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് ആ ക്യാമ്പുകൾ ഓരോ സ്ഥലത്തു നിന്നും. കോട്ട്ലിയിലെ ദൃശ്യമാണ് ഈ കണ്ടത്. ആക്രമണത്തിന് മുൻപും ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് മുമ്പും അതിനുശേഷവും ഉള്ള ദൃശ്യങ്ങൾ ഇന്ത്യ കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി തന്നെ മുരുട്കെ, ലഷ്കർ-ഇ തോയ്ബയുടെ കേന്ദ്രമായിട്ട് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് മുരുട്കെ. അവിടെ ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി പോയി ഭീകരരുടെ ക്യാമ്പുകൾ. മുംബൈ ഭീകരാക്രമണത്തിന് വേണ്ടി ഭീകരരെ അവിടെ പരിശീലിപ്പിച്ച് വളർത്തിയതാണ്. അവരെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത് ആ ക്യാമ്പിൽ നിന്നായിരുന്നു. സവായ് നല്ലയിലെ ക്യാമ്പിൽ ബഹവാൽപൂർ, ഇവിടെയാണ് ഏറ്റവും വലിയ ആക്രമണം. അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രം. അവിടെയാണ് മൗലാന അസറിന്റെ മസൂദ് അസറിന്റെ കേന്ദ്രം. അവിടെയാണ് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയത്. ബിംബർ, ഇത് പാക് അധീന കശ്മീരിലെ സ്ഥലമാണ്. മഹ്മൂന ജോയ, ഇവിടെയും ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ കൃത്യമായിട്ട് ശ്രീ വേണുഗോപാൽ, ഇതിനേക്കാൾ കൃത്യതയോടെയുള്ള ദൃശ്യങ്ങൾ തെളിവ് സഹിതം പുറത്തുവിടേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ലോകത്തിന് മുന്നിൽ ഇന്ത്യ കാണിച്ചു കൊടുത്തതാണ് ഇന്ത്യയുടെ ടാർഗറ്റ് എവിടെയൊക്കെ ആയിരുന്നു എന്ന്, അല്ലേ? അതെ, ഇത് ഇന്ത്യ ഉദ്ദേശിച്ചത് തന്നെ ഭാവിയിൽ പാകിസ്ഥാൻ പറയാൻ സാധ്യതയുള്ളത് അവരുടെ ജനസാന്ദ്രതമായ കേന്ദ്രങ്ങളെ നമ്മൾ രാത്രി അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ആക്രമിച്ചു എന്നാണ് അവരുണ്ടാക്കാൻ പോകുന്ന ഒരു സ്ക്രിപ്റ്റ്. എഴുതി കഴിഞ്ഞു. അത് ഏറ്റവും രസകരമായ കാര്യം, ചൈനയും കൂടെ ഇതിനോട് യോജിച്ചുകൊണ്ട് പ്രസ്താവന അടിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യൻ അംബാസിഡർ, ചൈനയിലെ ഇന്ത്യൻ സ്ഥാനപതി അവരുടെ വക്താക്കളോട് വ്യക്തമായി പറയുകയുണ്ടായി, പാകിസ്ഥാൻ സൃഷ്ടിക്കുന്ന ഈ ഫാൾസ് നെറേറ്റീവിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നത് പറയുകയുണ്ടായി. അപ്പോൾ പാകിസ്ഥാനും ചൈനയും ചേർന്ന് വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കും എന്ന് ഇന്ത്യക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ പിക്ചർ സഹിതം ഇത് കാണിക്കുന്നത്. ഇതെല്ലാം ടെറർ കേന്ദ്രങ്ങളായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജനസാന്ദ്രത കേന്ദ്രങ്ങൾ ആക്രമിച്ചതുപോലെ ഞങ്ങൾ 15 പേരെ ഇപ്പോൾ ആക്രമിച്ചു എന്നുള്ളൊരു നുണപ്രചരണം നടത്താനാണ് ഇപ്പോൾ അവർ ശ്രമിക്കുക. അത് നമ്മൾ പൊളിച്ചെഴുതേണ്ടതുണ്ട്. ഇത് തീർച്ചയായിട്ടും പഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണം ആണെങ്കിൽ ഇത് പാകിസ്ഥാൻ്റെ ആർമി പിന്നെ നമ്മുടെ ജനങ്ങൾക്ക് നേരെ നടത്തിയ ഒരു ആക്രമണമാണ്. ഇത് രണ്ടും ടെററിസം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു ടെറർ രാഷ്ട്രമാണ് എന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് മൂവ്മെൻറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതായത് പാകിസ്ഥാനെ അല്ല ഞങ്ങൾ ആക്രമിച്ചത്, ടെററിസ്ഥാനെയാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. കാരണം പാകിസ്ഥാനെതിരെ അല്ല ഇന്ത്യ, പാകിസ്ഥാൻ ജനതയ്ക്കെതിരെ ഇന്ത്യ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഭീകരത വളർത്തുന്ന പാകിസ്ഥാന്റെ നിലപാട് അത് തള്ളിപ്പറയുവാൻ പാകിസ്ഥാൻ ശ്രമിക്കാത്തത് ഇതിന് എണ്ണിയുള്ള മറുപടിയാണ്. ഒപ്പം ഈ ആസിഫ് ഖ്വാജ ആസിഫിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രതികരണം ഉണ്ടാവുകയാണ്. അദ്ദേഹം പറയുന്നത് ന്യൂക്ലിയർ
കോൺഫെഡറേഷൻ ഇഫ് ഇന്ത്യ കണ്ടിന്യൂസ് ദ എസ്കലേറ്റ് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം നേരത്തെ ആരംഭിച്ചതാണ് ഈ ന്യൂക്ലിയർ വെപ്പണുകൾ കാണിച്ചുള്ള, അതിന് മടിക്കില്ല, ആണവായുധം പ്രയോഗിക്കുക തന്നെ ചെയ്യും. Yes, അത് പാകിസ്ഥാൻ മീഡിയകളാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഖ്വാജ ആസിഫാണ് ഈ രംഗം കൂടുതൽ വഷളാക്കിയത്. ഖ്വാജ ആസിഫിന്റെ പ്രകോപനപരമായ ഒട്ടേറെ പ്രസ്താവനകളാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം വന്നത്. ഇതേ ഖ്വാജ ആസിഫ് തന്നെ സമ്മതിക്കുകയായിരുന്നു ഭീകരതയെ പാലൂട്ടി വളർത്തുന്നവരായിരുന്നു പാകിസ്ഥാൻ എന്ന്. പക്ഷേ അതിനുശേഷം ഖ്വാജ ആസിഫ് പറഞ്ഞത് അമേരിക്കയ്ക്ക് വേണ്ടിയും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഇത് ചെയ്തത് അങ്ങനെ ഇല്ല എന്നുമാണ്. പക്ഷെ അതൊരു കുറ്റസമ്മതം തന്നെയായിരുന്നുവല്ലോ. അതിന് കഴിഞ്ഞ് ഇങ്ങോട്ട് ഖ്വാജ ആസിഫിന്റെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ വിദേശമന്ത്രിയുടെയും അദ്ദേഹം തന്നെയാണല്ലോ ഉപപ്രധാനമന്ത്രി, വിദേശമന്ത്രി തന്നെ, അദ്ദേഹത്തിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് എത്രത്തോളം പ്രകോപനപരമായ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അതുമായി തന്നെയാണ് ചേർത്ത് വെക്കേണ്ടത് ഇന്നത്തെ ദൃശ്യങ്ങൾ. ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദറിന്റെ ഭാഗത്ത്, അതായത് 3 പതിറ്റാണ്ടായി അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന്റെ നേതൃനിരയിൽ ഉള്ളവർ ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ആരൊക്കെയാണ് ഈ പറയുന്ന ഭീകരവാദികൾ, അവർ എന്തൊക്കെ ഭീകരവാദ പ്രവർത്തനങ്ങളാണ്, വിമാന റാഞ്ചൽ അടക്കമുള്ള വിഷയങ്ങൾ അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് അവരുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഈ തീവ്രവാദ ക്യാമ്പുകളിൽ ആക്രമണം നടന്ന് അവിടെ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിലടക്കം സൈനിക നേതൃത്വത്തിൽ ഉള്ളവർ പങ്കെടുക്കുന്നു. കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് മൗലാന മസൂദ് അസർ പാകിസ്ഥാനിൽ ഉണ്ട് എന്ന കാര്യം പോലും പാകിസ്ഥാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ അവിടെ ഇന്ന് ഈ ആക്രമണം നടന്നതിന് ശേഷം വന്ന ദൃശ്യങ്ങളിൽ അവിടുത്തെ ആ പ്രദേശത്തുള്ള ഒരാൾ സംസാരിക്കുന്നത് കൃത്യമായിരുന്നു. പറയുന്നുണ്ടായിരുന്നു മൗലാന മസൂദ് അസറിന്റെ വീടാണ് ആക്രമിക്കപ്പെട്ടത്. യെസ്, എവിടെയാണ് പാക് സൈന്യം എന്നാണ് ചോദിക്കുന്നത്. അതായത് സുരക്ഷ ഒരുക്കേണ്ട പാക് സൈന്യം എവിടെ പോയി എന്നതിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ്. അവിടുത്തെ തീവ്രവാദ ശക്തികൾക്ക്, തീവ്രവാദികൾക്ക് കവചം ഒരുക്കുന്നത് പാകിസ്ഥാനിലെ സേനാ വിഭാഗങ്ങളാണ്, അവിടുത്തെ ഭരണകൂടമാണ്, അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ആണ്. അപ്പോഴും പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഞങ്ങൾക്ക് ഭീകരവാദവുമായി ബന്ധമില്ല എന്ന്. ഒപ്പം നേരത്തെ തന്നെ ഒരുപക്ഷെ ഈ യുദ്ധതന്ത്രത്തിൽ ഒക്കെ ഏറ്റവും ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത ഒന്നാണ് ആണവായുധങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കുമെന്നുള്ളത്. ഐക്യരാഷ്ട്രസഭയിലെ സുരക്ഷാ കൗൺസിലിൽ അടക്കം അതിൽ ലോകരാജ്യങ്ങൾ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാമർശമുണ്ടായി? അതായത് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നു, ഞങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടായാൽ ഞങ്ങൾ ഉടനെ